ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് മന്തിയാണ് കേട്ടോ. സ്റ്റൗ കത്തിച്ച് ഒരു കുക്കർ വെച്ചിട്ട് നമ്മൾ 2 ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ 2 ബീഫിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തതുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെങ്ങാനും വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 മിനിറ്റ് കുക്കർ ഒന്ന് അടിച്ച് വെച്ച് തുറക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലായിട്ട് നമ്മളിവിടെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ചപ്പ് പുതിനയുടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച ബീഫ് എടുത്തിട്ട് എല്ലാം കൂടെ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുക്കർ അടിച്ച് വെച്ച് ഒരു 2 വിസിലടിയുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ബീഫെല്ലാം നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ ബീഫെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസെല്ലാം നന്നായിട്ട് കേക്കിയിട്ട് ഒരു ചെമ്പ് അടുപ്പത്തോട്ട് വെച്ചിട്ട് ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്കിടാൻ പട്ട, ഏലക്കായ്, പൂവ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കുറച്ചും പിന്നെ കുറച്ച് ഉള്ളി ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ മാഗി ക്യൂബ് ഇടുക. ഞാനിവിടെ മാഗി ക്യൂബാണ് ഇട്ടത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസ് അതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ അരി ഒന്ന് വേവാൻ വെക്കുക. ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബീഫെല്ലാം നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേ അരി നമ്മളത് വെന്തിട്ടുണ്ട്. അരി ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കളറിന് വേണ്ടി ഞാൻ റെഡും യെല്ലോവും ഫുഡ് കളർ ആഡ് ചെയ്ത് കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചെമ്പിലോട്ട് ഈ ഇല വഴറ്റിയത് ഒന്ന് വെച്ചെടുത്തിട്ട് കുറച്ചൊരു ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ റൈസ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇടയിലായിട്ട് നമ്മൾ ഈ കളർ ആഡ് ചെയ്ത റൈസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബീഫിൻ്റെ കുറച്ച് നീരില്ലേ, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ വെച്ചിട്ട് ഫോയിൽ പേപ്പറോട് പൊതിഞ്ഞിട്ട് അതിൽ കണൽ വെക്കുന്നുണ്ട്. പിന്നെ അത് മുകളിൽ നമ്മൾ ബീഫെല്ലാം കൂടി വെച്ചിട്ട് കുറച്ച് ചപ്പ് പുതിനയുടെ ഇലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കണലിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ദമ്മ് പൊട്ടിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ ഈ ഒരു ബൗളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഡെക്കറേഷന് വേണ്ടി കുറച്ച് കുക്കുംബറും ക്യാരറ്റൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.